വേരുകൾ ഭൂമിയിൽ ഉറച്ചതെങ്കിൽ അതിനാകാശത്തോളം വളരാനുള്ള സാധ്യതകളുണ്ട്. നോമ്പുകാലം വേരുകൾ ആഴത്തിൽ ഉറപ്പിക്കാനുള്ള അവസരമാണ്. പിരിമുറുക്കങ്ങളുടെയും അസമാധാനത്തിൻ്റെയും പരിഭവങ്ങളുടെയും അപക്വതയുടെയും ലോകത്ത് മൗനം കൊണ്ടും മനനം കൊണ്ടും ആഴത്തിൽ വേരുറപ്പിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആനന്ദമുള്ള മനുഷ്യരാകാനുള്ള സാധ്യതയിലേക്കുള്ള ക്ഷണം കൂടിയാണ് നോമ്പുകാലം. കാർമേഘത്തിന് അധികനേരം സൂര്യനെ മറച്ചു പിടിക്കാനാവില്ല. കുറച്ചു കഴിയുമ്പോൾ ഒരു തെന്നൽ വന്ന് മേഘത്തെ ശിഥിലമാക്കി അകറ്റിക്കളയും. സൂര്യൻ പ്രഭാവത്തോടെ തെളിഞ്ഞു വരും. നോമ്പുകാലം ഒരു തെന്നലാണ്. ക്രിസ്തുവിനെ, ആത്മീയതയെ, സ്നേഹത്തെ തെളിയിച്ചെടുക്കാനുള്ള അവസരം. മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹങ്ങളെ ലൗകികതയിൽ നിന്നും മതിഭ്രമങ്ങളിൽ നിന്നും കൗതുകങ്ങളിൽ നിന്നും ഉയർത്തി ഉന്നതവും വിശുദ്ധവുമായ ആത്മീയ തലങ്ങളിലേക്ക് പറിച്ചു നടാൻ നോമ്പുകാലം നമ്മെ സഹായിക്കുന്നു. ഭൂമിയുടെ ക്ഷണികമായ സ്നേഹത്തിൻ്റെ മോഹവലകൾക്കപ്പുറത്തേക്ക് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലേക്കും ദൈവികതയിലേക്കും ആഴ്ന്നിറങ്ങണം. സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഇല്ലാത്തവരുടെ അധിപതിയായിരിക്കുന്നതിനേക്കാൾ ഏറ്റവും എളിയവരുടെ ഇടയിൽ പൂർത്തീകരിക്കാനുള്ള ദർശനങ്ങളോടെ സ്വപ്നം കാണുന്ന ഒരുവനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഖലീൽ ജിബ്രാൻ പറയുന്നത് പോലെ ഉന്നതമായ ആഗ്രഹങ്ങളിലേക്കും ആഴമേറിയ ദർശനങ്ങളിലേക്കും ദൈവരാജ്യമെന്ന സ്വപ്നത്തിലേക്കും പൂർത്തീകരിക്കപ്പെടാൻ വെമ്പുന്ന അപരനിലെ നന്മയെ തൊടുന്ന പ്രവൃത്തിയിലേക്കും നോമ്പുകാലം നമ്മെ നയിക്കട്ടെ. പ്രത്യാശയുള്ളിടത്ത് ജീവനും ജീവിതവുമുണ്ട്. അത് നമ്മിൽ പുതിയ ധൈര്യത്തിൻ്റെ ശക്തി നിറയ്ക്കും. നന്ദി. കുരിശിൽ ഞാൻ ചിന്തിയ തിരുരക്തം നിന്റെ പാപത്തിൻ പരിഹാരമല്ലേ?